ഇതാ നല്ല സമയമാണ് കേട്ടോ. ഇപ്പോൾ ഇഞ്ചി അങ്ങോട്ട് കുഴിച്ചിട്ടാൽ പോക്കറ്റ് മണിയാവും നമ്മൾക്ക്. വീട്ടിലിരിക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ്. കുറച്ച് സ്ഥലമുള്ളതെന്നുണ്ടെങ്കിലും കൂടിയിട്ട് അതിലൊക്കെ നമുക്ക് ഇങ്ങനെ കിളച്ചിട്ട് നടാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അതല്ലെങ്കിൽ ഗ്രോ ബാഗിലൊക്കെ നടാം കേട്ടോ. ഇഞ്ചി ഇപ്പോൾ വില പെട്ടെന്ന് കൂടും ഓണമൊക്കെ ആകുമ്പോഴേ. അപ്പം നമ്മളിത് പറിച്ചെടുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല കാശ് കിട്ടും. അപ്പോൾ ഇപ്പോൾ വേഗം തന്നെ ഞാനെന്ത് ചെയ്തു എന്നറിയാം, ഇഞ്ചി മേടിച്ചിട്ട് കുറേ ഒരു ഇതിൽ അങ്ങോട്ട് നട്ടിട്ട് വെച്ചു. ഒന്നിച്ച് ഒരെണ്ണത്തിലിട്ടിട്ട് കുറച്ച് മണ്ണിട്ട് അവിടെ വെച്ചു ഒരു ഗ്രോ ബാഗിൽ. അപ്പോൾ അതൊക്കെ പൊട്ടി മുളച്ചു. അപ്പോൾ അതിനൊക്കെ ഇങ്ങനെ അടർത്തി ഞാനിങ്ങനെ കുഴിച്ചിടണം. അപ്പോൾ ഇപ്പോൾ മേടിക്കുന്ന ഇഞ്ചിക്കൊക്കെ മുള പൊട്ടിയിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ മുള പൊട്ടിയതൊക്കെ നോക്കി വാങ്ങിക്കുക. മുള ഉണ്ടോ എന്ന് സൂക്ഷിച്ച് നോക്കുക. അപ്പോൾ മുള ഉണ്ടെങ്കിൽ അത് വാങ്ങിക്കുക. ധൈര്യത്തിൽ നമുക്ക് കുഴിച്ചിടാം കേട്ടോ. ഇഞ്ചി നല്ലോണം ഉണ്ടാവും. പിന്നെന്താണെന്ന് ഇവിടെ പന്നിയൊന്നും കൊണ്ടുപോകാണ്ട് കിട്ടുന്ന ഒരേ ഒരു സാധനമാണ് ഇഞ്ചി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിന് ഫോക്കസ് ചെയ്തത്. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം കൂർക്ക നടാനായിട്ട്. കൂർക്കയും ഇപ്പം നട്ട് കൊടുക്കും. ഇപ്പം മഴ പെയ്ത കാരണം മണ്ണൊക്കെ നമുക്ക് കിളച്ചാലൊക്കെ കിട്ടും. അല്ലെങ്കിൽ ഇവിടെ കിളച്ച് കിട്ടാനൊക്കെ പണിയാണ്. അപ്പോൾ ഇതേ സമയം നമുക്ക് ഒരുപാട് ഇഞ്ചി അങ്ങനെ നട്ടിട്ടാലുണ്ടല്ലോ, ഓണം ആകുമ്പോഴേക്കും നമുക്ക് പറിച്ച് കൊടുക്കാം കേട്ടോ. നല്ല പൈസ കിട്ടും.